السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പൈതൃകം മീഡിയയുടെ ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സാലിഹീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് 22ാമത്തെ ദിവസമാണ്. ഇന്നലെ മഴ കാരണം കറണ്ടിന് പ്രശ്നമായതുകൊണ്ട് ഇന്നലെ പ്രസംഗം നടന്നില്ല. മിനിയാന്ന് നമ്മൾ സംസാരിച്ചത് 1933 മാർച്ച് 5 ഫറൂഖിൽ ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 6ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ച 15 പ്രമേയങ്ങളിൽ ഒരു പ്രമേയമാണ് മിനിയാന്ന് നമ്മൾ കേൾപ്പിച്ചത്. 1933 മാർച്ച് 5 നടന്ന 6ാം വാർഷിക സമ്മേളനം കേരള ജമിയത്തുൽ ഉലമയുടെ അഥവാ വഹാബികളുടെ കടലാസ് സംഘടനയുടെ പ്രസിഡന്റ് എൻ മമ്മു മൗലവി കെ പോക്കർ വക്കീൽ മുഖേന സമ്മേളനം തടയാൻ വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചു. ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ എല്ലാം സംഭവിച്ചിട്ടും സമ്മേളനം യാതൊരു പ്രയാസവുമില്ലാതെ ഭംഗിയായി നടത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 6ാം വാർഷിക സമ്മേളനമാണ് ഫറൂഖിൽ നടക്കുന്നത്. വഹാബികളെ കടലാസ് സംഘടന കേരള ജമിയത്തുൽ ഉലമയാണ്. ആ മണ്ടുകൂപങ്ങൾ വിചാരിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമ്മേളനം നടത്തുന്നത് കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മതമില്ലാതെ നടത്താൻ പറ്റൂല എന്നായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന രജിസ്റ്റർ ചെയ്തതാണ്. ആ ഒരു സംഘടന ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സമ്മേളനം നടത്തുക എന്ന് ചോദിച്ചത് തടയാൻ വേണ്ടി പോക്കർ വക്കീലിനെ ഏൽപ്പിച്ച കൗമ് നിരാശരായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് മഹാനായ പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഉച്ചസ്ഥിരമായ പ്രഖ്യാപനം, ഞങ്ങൾ സമ്മേളനം നടത്തുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടേതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് 5 സമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇത് 6ാമത്തതാണ്. അതുകൊണ്ട് എന്തെങ്കിലും പോക്കർ വക്കീൽ മുഖേന പോക്കിരിത്തരം കാട്ടിയത് കൊണ്ട് നമ്മൾ സമ്മേളനം മുടക്കാൻ കഴിയുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും സമ്മേളനം ഐതിഹാസികമാവുകയും ചെയ്തു. ആ സമ്മേളനത്തിൽ പാസാക്കി അവതരിപ്പിച്ച 15 പ്രമേയത്തിൽ മിനിയാന്ന് ഞാൻ കേൾപ്പിച്ചത് ഈ വക്കീലിനെ ഉപയോഗിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് സമ്മേളനം മുടക്കാൻ വേണ്ടി വഹാബികൾ നടത്തിയ ഹീനമായ ശ്രമത്തിൽ പ്രതിഷേധിക്കുന്ന പ്രമേയമായിരുന്നു. അതിനോടൊപ്പം വഹാബികൾ കുറേ നോട്ടീസ് യുദ്ധങ്ങൾ നടത്തിയിരുന്നു സമ്മേളനത്തിനെതിരെ. മലബാർ മുസ്ലിം ജമാഅത്ത് എന്ന പേര്, അങ്ങനെ പല പേരില്ല. ഇവർക്ക് പിന്നെ പേരിനൊരു അടിത്തറയൊന്നുമില്ലല്ലോ. അങ്ങനെ നിഷ്പക്ഷ സംഘത്തു കൂടെ വന്ന് ഐക്യസംഘത്തിലൂടെ പോയി മുസ്ലിം മജ്ലിസിലൂടെ അങ്ങനെ വന്ന് കേരള ജമിയത്തുൽ ഉലമയിലൂടെ പറഞ്ഞ് ഒക്കെ ഒരേ കമ്പനി ഐപ്പെട്ട സംഗതി എൻ്റെ മലബാർ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി എന്ന പേരിൽ 3/3/1933 ഒരു നോട്ടീസ് ഇറങ്ങി. മറ്റു പല സംഘടനയുടെയും പേരിൽ ആ നോട്ടീസിൽ എന്താ പറയുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പണ്ഡിതന്മാരും ഭീകരന്മാരാണ്, ആയുധമെടുത്ത് പോരാടണമെന്നാണ് അവരുടെ നയം, രാജ്യത്തെ തകർക്കലാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ ലക്ഷ്യവുമായി ഫറൂഖിൽ നടക്കുന്ന സമ്മേളനം മുന്നോട്ട് പോയാൽ രാജ്യത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാവും, സംഘർഷമുണ്ടാവും, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എമ്പാടും നടമാടും. അതുകൊണ്ട് സമ്മേളനത്തിനെതിരെ ബോധവാന്മാരാകണം എന്നിങ്ങനെ പറഞ്ഞ് തന്തയില്ലാത്തതും തന്തയുള്ളതുമായ
അതായത് ആരാണോ പ്രസിദ്ധീകരിക്കണമെന്ന് അറിയപ്പെടാത്തവരും അറിയുന്നവരുമായ നിരവധി നോട്ടീസുകളും ലഘുലേഖകളും വാരോലകളും എല്ലാം അവർ പ്രചരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ പ്രമേയം അവതരിപ്പിച്ചത് മുഹമ്മദ് അബ്ദുൽ ബാരി മൗലവി, മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദ്, നമ്മളെ വാളക്കുളം പുതുപ്പറമ്പ് മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദും അനുവാദകൻ VK മുഹമ്മദ് മൗലവി അഥവാ വായക്കാട് മുഹമ്മദ് മൗലവി എന്ന മഹാനുമാണ് രണ്ടാമത്തെ പ്രമേയം അവതരിപ്പിച്ചത്. മൂന്നാമത്തെ പ്രമേയം അവതരിപ്പിച്ചത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന സമസ്തയുടെ ചെറുപ്പക്കാരനാണ്. റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും അനുവാദകൻ O അബ്ദുള്ള മുസ്ലിയാരും മഞ്ചേരിയുമായിരുന്നു. ആ പ്രമേയം നമുക്കൊന്ന് കേൾക്കാം. നവീന പരിഷ്കരണങ്ങളിൽപ്പെട്ട മൗലവി വേഷധാരികളും മതത്തിൻ്റെ യഥാർത്ഥ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാം മതം കഠിനമായി വിരോധിക്കുന്ന പലിശ മതം അനുവദിച്ചതാണെന്ന് പറഞ്ഞു വരുത്തി ബാങ്ക് സ്ഥാപിച്ചും മറ്റും മതത്തിൻ്റെ പേരിൽ പണം സമ്പാദിക്കുന്ന ചില സമുദായ സേവകന്മാരും അവരുടെ സിൽബന്ധികളായ മനസാക്ഷി മതക്കാരും ന്യായവിരുദ്ധമായും സമാധാന ഭംഗം വരുത്തുന്ന വിധത്തിലും തങ്ങളുടെ ഇടുങ്ങിയ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചു വരുന്നതിനെയും പൊതുജന സമ്മതന്മാരും സുപ്രസിദ്ധന്മാരുമായ ഉലമാക്കളാൽ വളരെ കാലമായി നടത്തപ്പെട്ടു വരുന്നതും കേരളത്തിലെ മതപണ്ഡിതന്മാരുടെ പ്രാതിനിധ്യം വഹിക്കുന്നതുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മതപണ്ഡിതന്മാരായ മുസ്ലിയാമാരും സമാധാനപരമായും നിഷ്കളങ്കമായും നിയമത്തിനധീനരായും ചെയ്തു വരുന്ന സമുദായ സേവനങ്ങളെ മതവിരുദ്ധങ്ങളാണെന്ന് ആക്ഷേപിച്ചും അവർ ബഹുദൈവ വിശ്വാസികളും ബിംബാരാധകന്മാരും ഇസ്ലാമിക വൃത്തങ്ങളിൽ നിന്ന് പുറത്തായവരാണെന്ന് പുലമ്പിയും അന്യായമായും അക്രമമായും അവരെ ശകാരിച്ചും പഴിച്ചും വരുന്നതിനെയും കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചുറ്റി സഞ്ചരിച്ച് പത്രങ്ങൾ മുഖേനയും ചില പാമരന്മാരെ കബളിപ്പിച്ചു വരുന്നതിനെയും ഈ യോഗം ആശങ്കയോടുകൂടി വീക്ഷിക്കുകയും ഇവരുടെ ഇത്തരം പ്രചാരവേല നിമിത്തം ചില പാമരന്മാർ ഇളകി വശാവുകയും ശോഭിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇസ്ലാമിൻ്റെ സമാധാനപരവും സുന്ദരവും വിശാലവുമായ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വിഘ്നം നേരിടുകയും മുസ്ലിം സമുദായ മധ്യ അസ്വസ്ഥതയും അസമാധാനവും ഭിന്നതയും ഉണ്ടായിത്തീരുകയും ചെയ്യുന്നതിൽ അത്തരം പ്രക്ഷോഭജനകവും ന്യായവിരുദ്ധവും അനിസ്ലാമികവുമായ പ്രചാരവേലകളെ ഉടനടി തടഞ്ഞ് നാട്ടിൽ സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തി തരുവാൻ ഈ യോഗം ഗവൺമെന്റിനോടും സമുദായ നേതാക്കന്മാരോടും വിനയപുരസ്സരം അപേക്ഷിക്കുകയും ചെയ്യുന്നു. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവതാരകൻ, മഞ്ചേരി അബ്ദുള്ള മുസ്ലിയാർ അബ്ദുള്ള മുസ്ലിയാർ അനുവാദകരുമായി ഈ പ്രമേയം. ഈ പ്രമേയത്തിൽ ഇപ്പം എന്താ പറയുന്നത്? ഒന്ന്, വഹാബികൾ അവരെ പലിശ അനുവദനീയമാക്കുന്നു. ബാങ്ക് പലിശ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ പ്രാദേശിക സഹകരണ ബാങ്കുകൾ സ്ഥാപിക്കുന്നു. ഇന്നും നമുക്ക് പല മുസ്ലിം ആജിയമാരും കാരണന്മാരും ഒക്കെ ചില സയ്യിദ് കുടുംബങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അങ്ങനത്തെ ബാങ്ക് കച്ചവടം തന്നെയാണ് നടത്തുന്നത്. അതാണ് ഈ സഹകരണ ബാങ്ക്. ഒരു മതേതര രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് നീങ്ങേണ്ടി വരും. അതിന് സർക്കാർ സംവിധാനമായ ബാങ്കുകളുണ്ട്. ഇത് ലാഭം കൊയ്യുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി എന്ന് ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കേരളത്തിൽ എത്രയോ സഹകരണ ബാങ്ക്, മലപ്പുറം ജില്ലയിലൊക്കെ എത്ര സഹകരണ ബാങ്കുകളാണ്. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, മെമ്പർമാർ, വലിയ വലിയ ദീനിൻ്റെ നടുക്കണ്ടെന്ന് പറയുന്ന ആൾക്കാർ, എല്ലാത്തിനും മേമ്പടിയായി സയ്യിദന്മാർ നേതൃത്വത്തിൽ. മാത്രമല്ല ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സയ്യിദന്മാരെ തറവാട്ട് വീട്ടിൽ മീറ്റിംഗ് കൂടി ഫാത്തിഹ ഓതി പാസ്സാക്കിയിട്ടൊക്കെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമൊക്കെ. എന്തുമാത്രം ചെറ്റത്തരമാണ്, എന്തുമാത്രം ദീനീവിരുദ്ധ കാര്യമാണിത്. എന്നാൽ ആ കാലഘട്ടത്തിൽ 1926 ഇപ്പം ഈ സമ്മേളനം നടക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 6ാം വാർഷിക പ്രമേയമാണ് നമ്മൾ വായിക്കുന്നത്. 1933 മാർച്ച് 5 ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ഈ 3ാം പ്രമേയം എന്താ പറയണത്? ഈ ബാങ്ക് അനുവദനീയമാക്കി, പലിശ അനുവദനീയമാക്കി അതിന് തുടക്കം കുറിച്ചത് ആരാണ്? വഹാബികളാണ്. അതിനെതിരെയാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രമേയം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സുന്നികൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ആശയങ്ങളും ആദർശങ്ങളും മാല, മൗലൂദ്, ആണ്ട് നേർച്ച, ഇതിൻ്റെ പേരിൽ അവർ ബിംബാരാധകരും ശിർക്കന്മാരുമാണെന്ന് പ്രചരിപ്പിക്കുക.
അതിനുവേണ്ടി എഴുത്തുകാരെ അണിനിരത്തിക്കൊണ്ടും ലേഖനങ്ങൾ എഴുതുക, പത്രങ്ങളിൽ കോളങ്ങൾ വാങ്ങിയിട്ട് തെറ്റായ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുക. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അക്രമം നടത്തുന്നവരാണ്, രാജ്യദ്രോഹികളാണെന്ന തെറ്റായ നുണ പ്രചരിപ്പിക്കുക, കലാപമുണ്ടാക്കുക. അപ്പം അതുകൊണ്ട് ഇതിലൊക്കെ പ്രതിഷേധിക്കുകയും ഇത്തരം ഹീനമായ കൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ ഗവൺമെൻറ് മുൻകൈയെടുക്കണമെന്നും അങ്ങനെ നാടിൻ്റെ സമാധാനം നിലനിർത്താൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന പ്രമേയമാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവതരിപ്പിച്ചത്. ഇത് നാലാമത്തെ പ്രമേയം. പഞ്ചാബിലെ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ നബിയെന്നും റസൂലെന്നും വിശ്വസിച്ച് അദ്ദേഹം സ്ഥാപിച്ച നബീന മതമായ അഹമ്മദീയത്തിൽ ബയ്യത്ത് ചെയ്തു ചേരുകയും അവരിൽ ചേരാതെയും മീർസയുടെ ദൈവത്തിൻ്റെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന സർവ മുസ്ലിങ്ങളെയും കാഫറാക്കി തള്ളി മുസ്ലിങ്ങൾ ജുമാ നിസ്കാരം, ഇമാമും ജമാഅത്തുമായുള്ള നിസ്കാരം മുതലായവകളിൽ പങ്കെടുക്കാതെ മുസ്ലിങ്ങളിൽ നിന്ന് വിശ്വാസപരമായും പ്രവൃത്തിപരമായും ഭിന്നിച്ച് ഒരു പ്രത്യേക മതസ്ഥരായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന അഹമ്മദിയാക്കളെന്നും ഖാദിയാനികളെന്നും അറിയപ്പെടുന്നവരെ അവർ മുസ്ലിങ്ങളല്ലെന്ന കാരണത്താൽ 1931 ആഗസ്റ്റ് 22, 23 തീയതികളിൽ തലശ്ശേരിയിൽ വെച്ചുകൂടിയ കേരള മുസ്ലിം കോൺഫറൻസിൽ പ്രവേശനം നിരോധിച്ചതിന് കേരള മുസ്ലിം മജ്‌ലിസ് പ്രവർത്തകന്മാരുടെ ഉചിതവും ഇസ്ലാമികവുമായ പ്രവൃത്തിയെ ഈ യോഗം അഭിനന്ദിക്കുകയും ഇന്ത്യയിൽ പല സ്ഥലത്തും കണ്ണൂരിലും ഖാദിയാനികളെ സമുദായ ബഹിഷ്കരണം ചെയ്തതും കോടതികളിൽ നിന്ന് ഖാദിയാനികളെന്നും അഹമ്മദിയാക്കളെന്നുമുള്ള പേരിനാൽ അറിയപ്പെടുന്നവർ മുസ്ലിങ്ങളിൽ പെട്ടവരല്ലെന്ന് വിധിയുണ്ടായിട്ടുള്ളതും കേരള മുസ്ലിങ്ങളെ ഈ യോഗം അനുസ്മരിപ്പിക്കുകയും ഖാദിയാനികൾ അവരുടെ പിഴച്ച വിശ്വാസം മൂലവും ആചാരം മൂലവും ഇസ്ലാമിൽ പെട്ടവരല്ലെന്ന ശർഈന്റെ അഹ്കാമുകളെ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കയാൽ അവരെ സമുദായ ബഹിഷ്കരണം ചെയ്യേണ്ടതും അവർക്ക് പെണ്ണു കൊടുക്കുകയോ മുസ്ലിങ്ങളുടെ ശ്മശാനത്തിൽ അവരുടെ മയ്യത്ത് മറവ് ചെയ്യുകയോ മുസ്ലിം പള്ളികളിൽ അവരെ കയറ്റുകയോ ചെയ്യാൻ പാടില്ലെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ യോഗം തീർച്ചപ്പെടുത്തുകയും അതത് ദേശത്തെ ഖാദിമാർ ഈ തീർപ്പിനെ മഹല്ലുകളിൽ നിയമാനുസരണം നടപ്പിൽ വരുത്തണമെന്നും ഈ യോഗം കേരളത്തിലെ ഖാദിമാരോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഖാദിയാനിക്കെതിരെയുള്ള അതിശക്തമായ പ്രമേയം. അതിന് കാരണം പറയുന്നുണ്ട്, വ്യക്തിവിരോധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു പ്രവാചകൻ വരാനില്ല. അതിൽ നബി തങ്ങൾ പറഞ്ഞാണ് ലാ നബിയ്യ മിൻ ബഅദി, ഇതിൻ്റെ ശേഷം നബി വരൂല. എന്നാൽ അതിനെതിരായി പഞ്ചാബിൽ നിന്നാണ് ഈ ഖാദിയാനി നിവാസിയായ അഹമ്മദ് എന്ന് പറഞ്ഞ് പുത്തമ്പാതി അയാൾ നബിയാണെന്ന് പറഞ്ഞു വരുന്നത്. മാത്രമല്ല ആ നബിനെ അംഗീകരിക്കുന്ന ആളുകൾ ആരും മുസ്ലിങ്ങൾ ജുമാക്ക് പോകാൻ പാടില്ല. അപ്പം നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ ഖാദിയാനികൾ അംഗസംഖ്യ എത്രയാണ്? ഇപ്പം അവർ എവിടെയോ ഒരു താലൂക്കിലൊക്കെ ഏതെങ്കിലും ഒരു താലൂക്കിൽ ഒരു ആരാധന കൂടാരം എന്ന പേരിൽ എന്തോ കെട്ടിടമുണ്ടാക്കി കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടുന്നു വഹിച്ചാൽ ബാക്കിയൊക്കെ ഒരു മഹലിൽ 1 or 2 ആളൊക്കെ അല്ലേ എവിടെയെങ്കിലും ഉണ്ടാവുള്ളൂ. എന്നാൽ അവർ ജുമാക്ക് പോകാതെ നിൽക്കുക. നമ്മളെ ജുമാ ശരിയല്ല എന്ന് പറയുക, കാരണം യഥാർത്ഥ മുസ്ലിങ്ങൾ അവരാണെന്ന് പറയുക, അങ്ങനെ സംഘർഷം ഉണ്ടാക്കുക. മാത്രമല്ല കോടതികളിൽ തന്നെ ഇത് പലപ്പോഴും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, അവർ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവരല്ല. അപ്പം ഏതായാലും ആ വിഭാഗത്തെ പൂർണ്ണമായി മുസ്ലിം സമുദായം ബഹിഷ്കരിക്കണം. ഈ പ്രമേയം വന്നത് 1933 മാർച്ച് 5 ഫറൂഖിൽ ചേർന്ന സമസ്തയുടെ 6ാം വാർഷിക സമ്മേളനമാണ്. ഈ പ്രമേയം അവതരിപ്പിച്ചത് പാലോട്ട് മൂസക്കുട്ടി ഹാജിയും അതുപോലെ AP അഹമ്മദ് കുട്ടി സാഹിബും ആണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. പാലോട്ട് മൂസക്കുട്ടി ഹാജി വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പാലോട്ട് മൂസക്കുട്ടി ഹാജി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മഹാപണ്ഡിതനാണ്. ഖാദിയാനികൾക്കെതിരെ ഒരുപാട് വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസിദ്ധീകരണ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ മഹാൻ്റെ ഒക്കെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് 4ാമത്തെ പ്രമേയം. 5ാമത്തെ പ്രമേയം, ഇപ്പോൾ പരിഷ്കരിച്ച രീതിയിൽ നടത്തിവരുന്ന മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് ഖാദിയാനിയ, വഹാബിയ മുതലായ വിശ്വാസങ്ങൾ പഠിപ്പിക്കുക മൂലമാണ് സമുദായത്തിൽ ഭിന്നിപ്പും അനിസ്ലാമികമായ വിശ്വാസങ്ങൾ ഉണ്ടായി തീരുവാനുള്ള പ്രധാന കാരണമെന്ന് ഈ യോഗം അഭിപ്രായപ്പെടുകയും
അതുകൊണ്ട് ഗുരുനാഥന്മാരെ നിശ്ചയിക്കുമ്പോൾ അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവരോ അല്ലയോ എന്ന് നല്ലവണ്ണം ആലോചിക്കണമെന്നും ഈ യോഗം കേരളത്തിലെ മദ്രസ ഭാരവാഹികളോട് അപേക്ഷിക്കുകയും കോഴിക്കോട്ടെ മദ്രസത്തുൽ മുഹമ്മദിയയിൽ കുട്ടികളുടെ മതവിശ്വാസങ്ങൾക്ക് ആണി തട്ടിക്കുന്നുണ്ടെന്ന് കണ്ടയുടനെ അത്തരം ഗുരുനാഥന്മാരെ മദ്രസയിൽ നിന്ന് പിരിച്ചയച്ച മതാഭിമാനിയും പ്രസ്തുത മദ്രസ സെക്രട്ടറിയുമായ ഖാൻ ബഹദൂർ ഹാജി വി അലി ബറാമി സാഹിബ് ബഹദൂറിൻ്റെ മാതൃകയോഗ്യമായ പ്രവൃത്തിയെ ഈ യോഗം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അവതാരകൻ വി അലി മുഹമ്മദ് മൗലവി, അനുവാദകൻ ഹാജി CM അബ്ദുറഹ്മാൻ മൗലവി ഇളന്നിമ്മൽ. ഈ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം പറഞ്ഞാൽ ചില അന്ന് നമുക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വ്യവസ്ഥാപിതമായ മദ്രസ വന്നിട്ടില്ല. അതൊക്കെ 50 കൂടിയേ വരുന്നുള്ളൂ. ഇത് 33 ഈ പ്രമേയം. അപ്പം അന്നുള്ള നാട്ടിലെ ഓത്തുപള്ളികളിൽ പഠിപ്പിക്കുന്ന ആളുകൾ ചിലരൊക്കെ കാദിയാനികളാണെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ജനങ്ങളിൽ വിശ്വാസ വൈകല്യമുണ്ടാക്കുന്നു. അതുകൊണ്ട് സുന്നികൾ അവർ നടത്തുന്ന മതസ്ഥാപനങ്ങളിൽ ഓത്തുപള്ളികളിലും മറ്റും കാദിയാനികളെ വെക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന പ്രമേയം. എന്നിട്ട് അവർ പ്രമേയം അവതരിപ്പിച്ചാണ് പോവല്ലേ ചെയ്തത്. കേരളത്തിലുടനീളം മതസ്ഥാപനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ഹഖായ ദീൻ അത് നിലനിർത്താൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്വാനിക്കുകയും ചെയ്തു. ഇനി നമുക്ക് 6ാമത്തെ പ്രമേയം നോക്കാം. 6ാമത്തെ പ്രമേയം ഇബ്നു ഹസൻ സാഹിരി, ഇബ്നു തിമിയ്യ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു അബ്ദുൽ ഹാദി ഷൗക്കാനി, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ നജ്ദി. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റിയാണ് പറയുന്നത്. ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദുൾ റഷീദ് റിള എന്നിവരും ഇവരെ പിൻപറ്റിയവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ നടപടികൾക്ക് വിപരീതമായ പലതും പറഞ്ഞിരിക്കെ അവരെയും അവരുടെ കിതാബുകളെയും സുന്നികൾക്ക് സഹകരിപ്പാൻ പാടില്ലെന്നും അവർ തർളിയത്തിന് അർഹന്മാരല്ലെന്നും താഴെ പറയുന്നവരും മറ്റു സുന്നി ഉലമാക്കളും പ്രസ്താവിച്ചതനുസരിച്ച് ഈ യോഗം തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. സമൽക്കാനി, ഇബ്നു ബത്തൂത്ത, തഖിയുദ്ദീൻ സുബുക്കി, താജുദ്ദീൻ സുബുക്കി, ഇസ്സ് ബിൻ ജമാഅത്ത്, ഇബ്നു ഹജർ അസ്ഖലാനി, ഖസ്തല്ലാനി, നൂറുദ്ദീൻ ഫലവി, നൂറുദ്ദീൻ ഹലബി, അബു അബ്ദുല്ലാഹി ബിൻ നുഅ്മാൻ ഫാസി, ജലാലുദ്ദീൻ സുയൂത്തി, ഇബ്നു ഹജർ ഹൈതമി, ശംസുദ്ദീൻ റംലി, അബ്ദുൽ ഖലീൽ നാബസ്ലസി, മുസ്തഫൽ ബക്കിരി, ഷെയ്ഖ് റിദ്വാനുൽ അദൽ, സയ്യിദ് അലവിയുൽ ഹദ്ദാദ്, ഷെയ്ഖ് അഹമ്മദ് സൈനി ദഹ്ലാൻ, ഷെയ്ഖ് യൂസുഫ് നഹബാനി, ഷെയ്ഖ് യൂസുഫ് നബഹാനി, സയ്യിദ് ഷെയ്ഖ് ജിഫിലി, മുഹമ്മദുൽ ഖലീലി എന്നിവരെയാണ് ഉപരിസൂചിത പണ്ഡിതന്മാർ. അവതാരകൻ ബൈത്തൽ അഹമ്മദ് കുട്ടി മൗലവി, അനുവാദകൻ KM അബ്ദുൽ ഖാദിർ മൗലവി. ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇബ്നു ഹസം സാഹിരി, ഇബ്നു തീമിയ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു അബ്ദുൽ ഹാദി ഷൗക്കാനി, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ നജ്ദി, മുഹമ്മദ് ബിൻ വഹബിൻ നജ്ദി, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദുൾ റഷീദ് റിള എന്നിവരും ഇവരെ പിൻപറ്റിയവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ നടപടികൾക്ക് വിപരീതമായി പലതും പറഞ്ഞിരിക്കെ അവരെയും അവരുടെ കിതാബുകളെയും സുന്നികൾക്ക് സഹകരിപ്പിക്കാൻ പാടില്ലെന്നും അവർ തർളിയത്തിന് അർഹന്മാരല്ലെന്നും താഴെ പറയുന്നവരും മറ്റു സുന്നി ഉലമാക്കളും പ്രസ്താവിച്ചതനുസരിച്ച് ഈ യോഗം തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അതായത് അന്നത്തെ ലോകത്ത് അറിയപ്പെടുന്ന വഹാബി പണ്ഡിതന്മാർ, വഹാബി പാതിരിമാർ, അവരെ വിശ്വാസങ്ങൾ തെറ്റാണ്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണത്തിൽ അവർ മതത്തിനോട് നിരാകരിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നവരായതുകൊണ്ട് അവരുമായി ബന്ധങ്ങൾ പാടില്ല. അത് സമസ്തന്റെ മാത്രം അഭിപ്രായമല്ല. പിന്നെ ഏതൊക്കെ മഹാന്മാരുടെ അഭിപ്രായമാണ്? സമൽക്കാനി, ഇബ്നു ബത്തൂത്ത, തഖിയുദ്ദീൻ സുബുക്കി, താജുദ്ദീൻ സുബുക്കി, ഇസ്സ് ബിൻ ജമാഅത്ത്, ഇബ്നു ഹജർ അസ്ഖലാനി, ഖസ്തല്ലാനി, നൂറുദ്ദീൻ ഹലബി, അബു അബ്ദുല്ലാഹി ബിൻ നുഅ്മാൻ ഫാസി, ജലാലുദ്ദീൻ സുയൂത്തി, ഇബ്നു ഹജർ ഹൈതമി, ശംസുദ്ദീൻ റംലി,
അബ്ദുൽ ഗനി നാബലസി, മുസ്തഫ അൽ ബക്കിരി, ഷെയ്ഖ് റിദ്വാനുൽ അദൽ, സയ്യിദ് അലവിയുൽ ഹദ്ദാദ്, ഷെയ്ഖ് അഹമ്മദ് സൈനി ദഹ്ലാൻ, ഷെയ്ഖ് യൂസുഫ് നബഹാനി, സയ്യിദ് ഷെയ്ഖ് ജിഫിരി, മുഹമ്മദുൽ ഖലീലി എന്നിവരാണ് ഉപരിസൂചിത പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഇത്രയും മഹാന്മാരായ പണ്ഡിതന്മാരും മറ്റു പൂർവികരും പഠിപ്പിച്ചതാണ്. ഈ വഹാബീസവുമായി വിട്ടുനിൽക്കണം, അല്ല സമസ്തന്റെ സ്വന്തം അഭിപ്രായമല്ല. ഈ മഹാന്മാരുടെ അഭിപ്രായത്തോടൊപ്പം സമസ്ത നിന്നുകൊണ്ട് പറയുന്നു പുത്തൻ പ്രസ്ഥാനക്കാരുമായി നമ്മൾ വിട്ടുനിൽക്കണം. ഈ പ്രമേയം വായിച്ചത് ബൈത്തൽ അഹമ്മദ് കുട്ടി മൗലവിയും അതിൻ്റെ അനുവാദകൻ KM അബ്ദുൽ ഖാദിർ മൗലവിയുമാണ്. ഈ മഹാന്മാരൊക്കെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേരായ പാത നിലനിൽക്കുന്നതിനും ആ പാതയിലേക്ക് ജനങ്ങളെ പ്രവേശിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച മഹാന്മാരാണ്. അവരെല്ലാവരുടെ ദർജകളും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളിപ്പോൾ പ്രസംഗം നിർത്തുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 6ാം വാർഷികം ഫറൂഖിൽ നടന്നപ്പോൾ അവർ അന്നത്തെ ആ മുശാവറ സമ്മേളനത്തിൽ പാസ്സാക്കിയ 15 പ്രമേയങ്ങളിൽ ഇൻഷാ അല്ലാഹ് 5-6 കേൾപ്പിച്ചു. ബാക്കി 15ലുള്ള ബാക്കി പ്രമേയങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെയും തുടർന്നുള്ള ദിവസങ്ങളും കേൾപ്പിക്കാം. അള്ളാഹു നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.